നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര എംഎൽഎ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയ്ക്ക് പേരാമ്പ്രയിൽ ഹൈസ്കൂൾ റോഡിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വടകര എംപി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നിയോജക മണ്ഡലം എംഎൽഎ ഫാത്തിമ തഹ്ലിയയ്ക്ക് പേരാമ്പ്ര ഹൈസ്കൂൾ റോഡിൽ കൂടത്തിങ്കൽ ടവറിൽ നിയോ പേരാമ്പ്ര എംഎൽഎ ഓഫീസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും സംവദിക്കാനുമായി ഓൺലൈൻ ആപ്പും ഓഫീസിൽ സജ്ജീകരിച്ചു. വടകര എംപി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഓഫീസാണ് എന്നുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങ് തന്നെ നമ്മളോട് പറയുകയാണ്. ഞാൻ കയറി വന്നപ്പോൾ ആദ്യം കണ്ട വാക്ക് നിയോ പേരാമ്പ്ര എന്നാണ്. ഈ പ്രസംഗത്തിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ച വാക്ക് ഒരു പൊതു ഇടം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു നാട് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒന്ന്, ഈ നാടിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശയങ്ങളും അത് നടപ്പിലാക്കാനുള്ള ആർജവും ആത്മാർത്ഥതയുമുള്ള ഒരു എംഎൽഎ ആണ് പേരാമ്പ്രത്ത് അവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിന് ഈ ജനതയ്ക്ക് ഒരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമെല്ലാം അതീതമായി പേരാമ്പ്രയുടെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അതിന് ആർജവത്തോടെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു എംഎൽഎയെ തെരഞ്ഞെടുത്ത ഈ ജനതയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും നന്ദി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ എംഎൽഎ ആയി ഏതാനും മാസങ്ങൾ, ഏതാനും എന്ന് പറയാനില്ല, 1-2 മാസങ്ങളെ ആയിട്ടുണ്ട്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും അസംബ്ലിക്കകത്ത് നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിന്റെ കാര്യം അവതരിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ വളരെ സിൻസിയറായി എഫക്റ്റീവായി പേരാമ്പ്രയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു, പേരാമ്പ്രയുടെ താലൂക്ക് ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങളിലേക്ക് നിർണായകമായ ചുവടുകൾ എംഎൽഎയോടൊപ്പം നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അസംബ്ലിയിൽ നിന്നും അല്ലാതെയും എനിക്കും നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. നിയോ പേരാമ്പ്ര എന്ന കൺസെപ്റ്റ് എംഎൽഎ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതു ഇടം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കൂടിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പരസ്പരം കാണാനും മിണ്ടാനും നിങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാനും നിങ്ങളുടെ ആകുലത പരിഹരിക്കാനും നിങ്ങളോടൊപ്പം നിൽക്കാനുമുള്ള ഒരിടത്തിനെയാണ് നമ്മൾ പൊതു ഇടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പൊതു ഇടം നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് സമർപ്പിക്കും. ബാലുശ്ശേരി എംഎൽഎ വി ടി സൂരജ് മുഖ്യ അതിഥിയായി. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പേരാമ്പ്രയ്ക്ക് വളരെ ഊർജ്ജസ്വലയായ പേരാമ്പ്രയിലെ ഓരോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും ഇടപെടാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും സാധിക്കുന്ന ഒരു എംഎൽഎയെ കിട്ടിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം മുനീർ എരവത്ത്, ടി ഇസ്മായിൽ, മിനി വട്ടക്കണ്ടി, ലതിക വിനോദ്, നസീമ വാഴയിൽ, മോളി ഐത്തമറ്റം, ഉമ്മർ തണ്ടോറ, നളിനി നല്ലൂർ, നിബിത ടി, അസീഫ പടനയിൽ, PK ബാബു, രമണി PP, ഷിജി കൊട്ടാരക്കൽ, ലത പൊറ്റയിൽ, മിസ്ഹവ് കീഴരിയൂർ, റീമ കുന്നുമ്മൽ, വഹീദ പാറേമ്മൽ, KK രാധ, സത്യൻ കടിയങ്ങാട്, SP കുഞ്ഞമ്മദ്, K മധുകൃഷ്ണൻ, രാജീവ് തോമസ്, CPA അസീസ്, MC വടകര, രാമകൃഷ്ണൻ മാസ്റ്റർ, N ഹരിദാസ്, മനോജ് ആവള, പ്രകാശൻ കിഴക്കയിൽ, PK രാഗേഷ്, KP വേണുഗോപാൽ, രാജേഷ് കീഴരിയൂർ, RK മുനീർ, TKA ലത്തീഫ്, MKC കുട്ടിയാലി, കല്ലൂർ മുഹമ്മദ് അലി, CH ഇബ്രാഹിംകുട്ടി, ഒലിപ്പിൽ മമ്മു, മൂസ കോത്തപ്ര, VP റിയാസ്, സലാം, PT അഷ്റഫ്, TP മുഹമ്മദ്, TP ചന്ദ്രൻ മാസ്റ്റർ, TV ചന്ദ്രൻ മാസ്റ്റർ, UDF മണ്ഡലം ചെയർമാൻ TK ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നിയോജക മണ്ഡലം കൺവീനർ ജോസ് കുട്ടി നന്ദി പറഞ്ഞു. ഓഫീസ് തുറന്നതോടെ പുതിയ ഓഫീസിൽ നിവേദനങ്ങളുടെ പ്രളയമായിരുന്നു. ഒരു പുതിയ പേരാമ്പ്രയെ വാർത്തെടുക്കാൻ, പുതിയ തലമുറ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പേരാമ്പ്രയിൽ കൊണ്ടുവരാൻ, ഈ നാട് ആഗ്രഹിക്കുന്ന ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയാവുന്ന ഇടമായി ഈ ഓഫീസ് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരന്റെ അവകാശങ്ങൾ അത് നേടിയെടുക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ഓഫീസായിട്ട് മാറും. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ ഒരു ഡിജിറ്റൽ സംവിധാനം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതിലും അതിയായിട്ടുള്ള സന്തോഷമാണ്. അപ്പം MLA നേരിട്ടും അവൈലബിൾ ആണ്, ഡിജിറ്റൽ സ്പേസിലും അവൈലബിൾ ആണ്.
MLA ഓഫീസിലും നേരിട്ടും കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്യാനും അതിൻ്റെ ഫോളോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒരു പുതിയ MLAയുടെ കാഴ്ചപ്പാടിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഓഫീസിൽ കാണുന്നുണ്ട്. ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയിൽ കാണുന്നുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. ആദ്യത്തെ കത്ത് MP തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കുറച്ച് എനിക്ക് കിട്ടിയ കുറച്ച് നിവേദനം ഫണ്ടിൻ്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം.